ഈ സിനിമയല്ല നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു 10 സിനിമകളിൽ സിംഗ് സൗണ്ട്. ഈ സിനിമയിൽ മാത്രമല്ല സിംഗ് സൗണ്ട്. പുള്ളിയത് എടുത്ത് പറഞ്ഞതുകൊണ്ട് കഴിഞ്ഞ സിനിമകളിലൊക്കെ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല, ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളതും നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബ്ബിംഗ് സിംഗ് സൗണ്ട് ആയിരുന്നു. അത് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ്. അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ട് വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത്. അപ്പോൾ അത് പിന്നീട് ഈ അതൊക്കെ ഒരു വലിയ കഥയാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. ഡിസ്കസ് ചെയ്തപ്പോൾ സാർ പറയുന്ന പോലെ നമ്മൾ കഥ പറഞ്ഞിട്ടും പ്ലസ് ഷൂട്ട് നടക്കുമ്പോൾ കുറേ നമ്മൾ സാറിൻ്റെ അടുത്ത് കുറേ വിഷയങ്ങൾ ചോദിക്കും. ഇനിയും കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ലൈനിൽ ഒരു മീറ്റർ നമ്മൾ ക്രോസ് ചെയ്യേണ്ടതെന്ന് മൈൻഡിലുണ്ടായിരുന്നു. നമ്മൾ ഈ പടം കാണുമ്പോൾ ഒരു ഐ തിങ്ക് ദാറ്റ് ഇസ് എവറി ആക്ടേഴ്സ് വാട്ട് ആൻ ആക്ടർ ബ്രിങ്സ് ടു ടേബിൾ. നമ്മളൊരു 10-15 സെക്കൻഡ്സിൽ മമ്മൂക്ക നടന്നിട്ട് നമ്മൾ ഡൊമിനിക്കിൻ്റെ ഉള്ളിൽ പോകും. That was in that first scene itself, as I was directing also, I felt that I forgot Mammootty sir and I started believing that this is Dominic, and now how am I going to treat Dominic? So pop culture reference ആയിട്ട് നമ്മൾ കുറേ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വാപ്പച്ചീസ് ലെഗസിയും ഈ നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഓൾറെഡി സ്റ്റോറിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കറക്ഷനൊക്കെ അത്യാവശ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് അവർ തരും. അതുകൊണ്ട് നന്നാക്കാം അല്ലെങ്കിൽ ചെയ്തേക്കാം. ഓൾറെഡി So അങ്ങനെ കുറേ ഡിസ്കസ് ചെയ്ത് we thought we'll keep a few things and we'll keep it on the meter also. സാറിലേക്ക് ഈ സിനിമ എത്തിയത് മഞ്ജു വാര്യർ ത്രൂ ആണെന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സിനിമ കാണുന്നതിന് മുമ്പും മഞ്ജു ചേച്ചിയുടെ ഒരു ക്യാമിയോ ഇതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പം ഇനി മലയാളത്തിൽ 10 പടങ്ങൾ അല്ലെങ്കിൽ മമ്മൂക്കയ്ക്കൊപ്പം 10 പടങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും മഞ്ജു ചേച്ചി ആയിട്ടുള്ളൊരു സിനിമ ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മൾ ഗൗതം സാറിൻ്റെ സിനിമകൾ പ്രണയമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഇതിൽ നോക്കിയപ്പം ഗോകുലിൻ്റെ ക്യാരക്ടറിൽ പ്രണയം ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അത് നടന്നില്ല. അപ്പം അടുത്തൊരു ലവ് സ്റ്റോറി മലയാളത്തിൽ ചെയ്യണം. അയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമുണ്ട്. മനസ്സിലായിട്ടില്ല, അത് പ്രണയമല്ലേ? മനസ്സിലായി, പക്ഷേ He was intrigued and distracted by Nandita and Gokul ഒരു പട്ടീൻ്റെ മിസ്സിംഗ് കേസ് ആയിട്ട് പോയതാണ് സാർ അയച്ചു തന്നപ്പോൾ. But otherwise, see, every director has a journey, ഒരു vision, we may be right. ഞാൻ തനിയാവർത്തനം കണ്ടപ്പോൾ I want to work with sir. അത് എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ആയിരുന്നു എൻ്റെ കരിയറിൽ. ഈ റൈറ്റിംഗ് സ്റ്റേജസും അമരം ഇങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമ്മൾ എഴുതുന്ന ഒരു കഥ ദിസ് ആക്ടർ വുഡ് ബ്യൂട്ടിഫുള്ളി ബ്രിങ് ഇറ്റ് ടു സ്ക്രീൻ ആൻഡ് ഇറ്റ് ബി എൻ ഓണർ ടു വർക്ക് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി ആയിരുന്നു അത്. ഒരു മൈൻഡിൽ ബട്ട് മലയാളം ഇറ്റ്സ് സ്റ്റിൽ എ ലിറ്റിൽ ഔട്ട് ഓഫ് മൈ റീച്ച്. തമിഴിലെ സ്റ്റോറീസ്, തമിഴിലെ ആക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഫ്ലോയിലായിരുന്നു. അപ്പം ഞാൻ കഥ പറഞ്ഞിട്ട് അവിടെ പോയപ്പോൾ എനിക്ക് വേട്ടയുടെ പരിപാടിയും പിന്നെ പച്ചക്കിളിയും ചെറുവാരണമായാലും അച്ഛൻ മരിച്ചപ്പോൾ വാരണമായിരുന്ന കഥ അങ്ങനെ ഒരു ജേർണി ആയിരുന്നു. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു കം ബാക്ക്, ബട്ട് സംവെയർ എനിക്ക് ഈ കഥ കേട്ടപ്പോൾ ആൻഡ് എസ്പെഷ്യലി സാർ പറഞ്ഞ പോലെ ഡൊമിനിക് വാസ് ഡെഫിനറ്റ്ലി different from sir. Sir has done Turbo where he's done a lot more action and all that. Recently I'm saying Kannur Squad also, but Dominic is very different within that space. Dominic is a loser. Yeah, first sir he's a loser. He's a bum. His wife is divorced from him. And ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കേസ് എടുക്കുന്നത് ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുന്ന ഒരു കേസാണ്. So all that I liked as a character, and he also grabbed that. He said this character is nice. He can be in any story. The next story, whether it's a film or not, could be Dominic and the pen. Dominic and the person missing from the ship. I'm just saying, Madhuri's son Vivek, who's gone missing 25 years ago. That could be the next story that he's missing. I'm just saying. So I liked it as a character, and I thought that should be in the film. And our journey il njan parnathu ipo saarinte kode work cheyidappo 45 days shoot kadinju eniki first vanda feeling any script that I have I should bring it to him. The sir likes it or not, I should bring it to him. Aduna njan parnathu at least 10 films more I want to work and learn being in the space of somebody like him.
ഈ 10 സിനിമയുടെ കാര്യമാണ് കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എക്സാജറേറ്റ് ചെയ്തതാണ്, അതിഭാവത്തെ കളത്തിൽ പറഞ്ഞതാണ്. അല്ല സർ, ഞാൻ ശരിക്കും പറഞ്ഞതാണ് സർ, അവിടെയാണ് എക്സാജറേറ്റ് ചെയ്തത്. അതാണ് സത്യം. മമ്മൂക്കായി ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്നും വിട്ടിട്ടില്ല, ഞാൻ ഇവിടെ പറഞ്ഞപ്പോഴേ പറഞ്ഞു. ആൻഡ് മഞ്ജു ഇൻട്രൊഡ്യൂസ് മീ ടു ഡോക്ടർ നീരജ്. അത് മഞ്ജു ആക്ട് ചെയ്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ നീരജ് ഒരു സ്റ്റോറി പറഞ്ഞു എൻ്റെ അടുത്ത്. ദാറ്റ് ഡിഡ് ടേക്ക് ഓഫ് ഇമ്മീഡിയറ്റ്ലി. But I kept in touch with Dr. Neeraj and I kept asking him, what else do you have? എന്ന് പറഞ്ഞപ്പോൾ ഈ ഡൊമിനിക് ആൻഡ് ഒരു പേഴ്സിൻ്റെ ഒരു മിസ്സിംഗ് പേഴ്സ് അതെടുത്തിട്ട് ഒരു സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ I grabbed it. അത് അങ്ങനെയാണ് അത് നടന്നത്.